മിനിമോൾ ഉറങ്ങിയോ? മോളിവിടെ ഇല്ല. എവിടെ പോയി? ബാബു വന്നെടുത്തോണ്ട് പോയി. നീ എന്തിനാ വിട്ടത്? ഇന്നവരുടെ പെരുന്നാളാണ്. രാത്രി പാട്ടും കൂത്തും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പാട്ടിനും കൂത്തിനും ഒക്കെ എന്തിനാ വിടുന്നത്? ചേട്ടനെ വിളിച്ചില്ലേ? എന്നെ എന്തിനാ വിളിക്കുന്നത്? ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ല. എപ്പോഴും ഇവിടെ വരാറുണ്ടല്ലോ. എന്തിനാ ഇവിടെ വരുന്നത്? ചേട്ടാ, ഞാൻ പോയി കുഞ്ഞിനെ വിളിച്ചോണ്ട് വരാം. കുഞ്ഞിനെങ്ങ് തരൂ. എന്താ ഇത്? എന്താണെന്ന് ഇനി മേലാന്റെ വീട്ടിൽ കയറിപ്പോവരുത്. ഞാൻ മിനിസ്റ്ററെ കാണാൻ പോകുന്നത് മോഹം കാണിക്കാനും പറ്റുമല്ല. എന്റെ ബില്ല് മാറി കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. 2 ആഴ്ച കഴിഞ്ഞ് ബില്ല് മാറി തരാമെന്നല്ലേ എഞ്ചിനീയർ പറഞ്ഞിരിക്കുന്നത്. 2 ആഴ്ച ഇങ്ങനെ എത്ര 2 ആഴ്ചയായി? ക്ഷമിക്കില്ല അതിരിക്കും. ഈ കാര്യത്തിൽ അങ്ങക്ക് വളരെ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാമോ? ഒരു കണക്കപ്പിള്ളയായിരുന്നപ്പോൾ ഇതിനേക്കാൾ മനസമാധാനം ഉണ്ടായിരുന്നു. അന്ന് നിസ്സാരമായ പ്രശ്നം ഉണ്ടായാൽ പോലും സുനന്ദയുടെ അമ്മ ഒന്നിനെ ആശ്വസിപ്പിക്കുമായിരുന്നു. അപ്പോൾ നീ തെറ്റിയെന്ന് ഞാൻ പറയുകയല്ല. കെട്ടിപ്പൊക്കിയെല്ലാം വെറും പൊള്ളയാണല്ലോ നീ ചിലപ്പോ തോന്നിപ്പോകുന്നു. ഞാൻ ഇറങ്ങുന്നു. തിരുവനന്തപുരത്ത് എന്ന് മിനിസ്റ്ററെ കണ്ടതിന് ശേഷം ഞാൻ നിനക്ക് ഫോൺ ചെയ്യാം. അല്ല, ചേട്ടൻ എങ്ങോട്ടാ? ഞാൻ തിരുവനന്തപുരം വരെ ഒന്ന് പോവുകയാണ്. എന്റെ ബില്ല് മാറി കിട്ടുമെന്ന് എനിക്കൊന്ന് അറിയണം. അതിന് ചേട്ടൻ ബുദ്ധിമുട്ടണ്ട, ഞാൻ തിരുവനന്തപുരത്ത് പോവുകയാണ്. അതിന് എനിക്കെന്ത് വിശേഷം? പ്രധാനമായിട്ടും ചേട്ടന്റെ കാര്യം ശരിപ്പെടുത്താനാണ് ഞാൻ പോകുന്നത്. ഇത്തവണ അത് സാധിക്കും. അപ്പോൾ ഞാൻ പോകണ്ടെന്നാണോ? എന്തിനു വെറുതെ യാത്ര ചെയ്ത് ക്ഷണിക്കുന്നു? 2 ദിവസത്തിനകം ഞാനത് ശരിപ്പെടുത്തി കൊണ്ടുവരാം. നേരാ, അദ്ദേഹം പോയിട്ട് വരട്ടെ. പിന്നെ പെറ്റീഷനിൽ സുനന്ദ ഒന്ന് ഒപ്പിടണമല്ലോ. അവളുടെ പേരിലെ കോൺട്രാക്ട്. അവളെ വരുത്താം. അത് വേണ്ട, ഞാൻ പോകുന്ന വഴി തിരുവനന്തപുരത്ത് കോളേജ് ഹോസ്റ്റലിൽ കയറി ഒപ്പ് വാങ്ങിക്കോളാം. സാറ് എനിക്ക് വേണ്ടി വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതെന്റെ കടമയാണ് ചേട്ടാ. ഞാനിപ്പോ ഈ കുടുംബത്തിന്റെ ഒരു അംഗമായി പോയില്ലേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നല്ല മനുഷ്യൻ. ഇതാ എന്താ പണം 5000 രൂപയാണ്. 5000 രൂപയോ? എനിക്കെന്തിനാ? ഞാൻ ഉറപ്പൊന്ന് കൂടുതൽ അവളെ സഹായിക്കുന്ന വഴി കാണാതെ നീ വിഷമിക്കണമെന്ന് എനിക്കറിയാം. തൊഴിലാളികൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. നിന്നെ സഹായിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് ഞാൻ ഒരു പിരിവ് നടത്തി. എല്ലാവരും സന്തോഷത്തോടുകൂടി അവിടെ പണം തന്നത്. 5 പൈസ മുതൽ 5 രൂപ വരെ തന്നവരുണ്ട്. ആ പണമായി നീ ഇത് വാങ്ങ. ഇനി ഇത് ആവശ്യമില്ല ബാബ. അതെന്താ? എനിക്കൊരു കത്തെഴുതി വെച്ചിട്ട് അവൾ പോയി. നീ ഇത് വായിച്ചു നോക്ക്. പ്രിയപ്പെട്ട ചേട്ടന്, ഞാനും ഇനിയും പോകുന്നു. ഞാൻ കാരണം ചേട്ടനും ബാവയും തമ്മിൽ പിണങ്ങി. സത്യത്തിൽ ബാവയും ചേട്ടനും എനിക്കൊരുപോലെയാണ്. എനിക്ക് പണം വേണ്ട. എന്റെ കുടുംബത്തെക്കാൾ എനിക്ക് വലുത് എന്റെ ചേട്ടന്റെ സമാധാനമാണ്. അനിയത്തി സരോജിനി. നീ എന്നെ സംശയിച്ചല്ലേ? ക്ഷമിക്കണം ബാബ, അങ്ങനെ സംഭവിച്ചു പോയി. അത്തരത്തിലൊരു ചിന്ത എനിക്ക് വരാൻ പാടില്ലാത്തതായിരുന്നു. ക്ഷമിക്കും. ഹലോ, ലേഡീസ് ഹോസ്റ്റലല്ലേ? അതെ. സുനന്ദ എവിടെ ഉണ്ടോ? ഇല്ലല്ലോ, കോളേജിൽ ഇന്ന് എക്സ്ട്രാ ക്ലാസ് ഉണ്ട്. 5 മണി കഴിഞ്ഞേ വരൂ. ദാസാറോ? അച്ഛൻ പറഞ്ഞനുസരിച്ച് ഞാൻ വന്നതാ. ബില്ല് മാറിക്കിട്ടാൻ ചീഫ് എഞ്ചിനീയർക്ക് ഒരു പെറ്റീഷൻ കൊടുക്കണം. ബില്ലിന്റെ കോംപ്ലിക്കേഷൻ ഇതുവരെ തീർന്നില്ലേ? ഇല്ല, ചീഫ് എഞ്ചിനീയറുടെ ഭാര്യ നല്ലൊരു സ്ത്രീയാ.
സുനന്ദ ഒന്ന് വന്ന് അവരോട് സംസാരിച്ചാൽ ബില്ല് നാളെ പാസ്സാക്കി എടുക്കാം. അതിനെന്താ, ഞാൻ വരാമല്ലോ. അരമണിക്കൂറിനുള്ളിൽ ഞാൻ ഹോസ്റ്റലിൽ കൊണ്ട് വിട്ടേക്കാം. ശരി. കോളേജ് വളപ്പിൽ ആരോടാ സംസാരിച്ചുകൊണ്ടിരുന്നത്? അതെന്റെ ക്ലാസ്മേറ്റാ മിസ്റ്റർ ഗംഗൻ. എന്തോ എനിക്ക് അവനെ പിടിച്ചില്ല. ഈ കച്ചവടമൊന്നും സുനന്ദ സംസാരിക്കരുത്. എനിക്ക് സുനന്ദയെ ഇഷ്ടമാണ്, വെറും ഇഷ്ടമല്ല. ഐ ലവ് യു. മിസ്റ്റർ ദാസ്, സുനന്ദയെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ഞാൻ വാസുകുട്ടൻപിള്ളയുടെ മകളാണ്. യു അണ്ടർസ്റ്റാൻഡ്? സ്റ്റുപ്പിഡ്. പ്രിയപ്പെട്ട തൊഴിലാളി സഖാക്കളെ, നമ്മൾ തുടങ്ങിവെച്ച തൊഴിലാളി സഹകരണ സംഘം മെയ് ദിനമായി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അഭിപ്രായ ഭിന്നതകളൊക്കെ മറന്ന് എല്ലാ യൂണിയനും ഇതിൽ അംഗത്വം സ്വീകരിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞോളും. ഈ ഡാമിന്റെ അടുത്ത ഘട്ടത്തിലെ ജോലികൾ ഈ സംഘടന തന്നെ കോൺട്രാക്ട് എടുത്ത് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ ചീഫ് എഞ്ചിനീയറെ കാണാൻ നാളെ തന്നെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. നിങ്ങളുടെ വർക്ക് പ്രോപ്പർ അല്ലെന്നാണ് ദാസിന്റെ റിപ്പോർട്ട്. അതുകൊണ്ടാണ് ബില്ല് ഇതുവരെ പാസ്സാകാൻ. സാർ ചീഫ് എഞ്ചിനീയറല്ലേ, എന്നെ രക്ഷിക്കണം. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും മിസ്റ്റർ വാസുകുട്ടൻപിള്ളെ? ദാസിനെ കൊണ്ട് നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത് അയക്കൂ, ഞാൻ പാസ്സാക്കി അയക്കാം. ശരി. സാർ എന്ത് പറ്റി സാർ? വരണം, നമുക്ക് നഴ്സിംഗ് ഹോമിലേക്ക് പോകാം. മതിയോ? മതി. ഭവാനി, ഇത്രയും നാൾ ആ ദാസ് നമ്മളെ വഞ്ചിക്കുകയായിരുന്നു. പണമാണ് ആവശ്യമെങ്കിൽ ഞാൻ ഇഷ്ടം പോലെ കൊടുക്കുമായിരുന്നു. എന്തിനാണ് എന്നെ ഇങ്ങനെ തീ തീറ്റിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ദാസിന്റെ അനാസ്ഥ കൊണ്ടാണോ ബില്ല് പാസ്സാകാത്തത്? അനാസ്ഥയല്ല ഭവാനി, ചതി. വേണ്ട, എനിക്ക് നീ ബില്ല് മാറണ്ട. അന്ന് വിഷമിക്കാതിരിക്കണം. ഈശ്വരൻ നമുക്ക് നല്ലതേ വരുത്തൂ. ഇല്ല, ഞാൻ നല്ലത് ചെയ്തിട്ടില്ല. നന്മ വിതച്ചാലേ നന്മ കൊയ്യൂ. ആ ഗോപാലിനെ ഞാൻ എന്തുമാത്രം ദ്രോഹിച്ചു. ഇന്ന് ചീഫ് എഞ്ചിനീയറുടെ മുറിയുടെ വാതിക്കൽ തളർന്നു വീണ എന്നെ അവനാണ് താങ്ങിയത്. ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്ന് വാങ്ങിത്തന്ന് ആശ്വസിപ്പിച്ചയച്ചു. അവനെ ശത്രുവായി കണക്കാക്കി, കള്ളക്കേസ് പ്രതിയാക്കി. ഭവാനി, ഇന്ന് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞു. ഇനി ഗോപാലൻ ഒരിക്കലും എന്റെ ശത്രുവായിരിക്കില്ല, ഒരിക്കലും.